الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, തഖ്വയുള്ളവരാകണമെന്ന് സ്വയം ബോധ്യത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ പ്രബോധനത്തിൻ്റെ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞത് فإنهم عدو لي إلا رب العالمين الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين والذي أطمع أن يغفر لي خطيئتي يوم الدين. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചാരാധിക്കുന്നവയെല്ലാം എനിക്കെതിരായവയാണ്. അവയെല്ലാം ഞാൻ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. എന്തെന്നാൽ ഞാൻ ആരാധിക്കുന്ന എൻ്റെ റബ്ബ് അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, അവൻ എന്നെ സൃഷ്ടാവാണ്, എന്നെ സൃഷ്ടിച്ചവനാണ്, അവനാണ് എനിക്ക് നേർമാർഗം കാണിച്ചു തന്നവൻ. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, അവനാണ് എനിക്ക് വിശപ്പിന് ഭക്ഷണം നൽകുന്നവനും എൻ്റെ ദാഹം ശമിപ്പിക്കാൻ എനിക്ക് വെള്ളം നൽകുന്നവനും. വൈദ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ എൻ്റെ രോഗം മാറ്റുന്നവനും അവൻ തന്നെയാണ്. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, എന്നെ മരിപ്പിക്കുകയും പിന്നീട് ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ. എൻ്റെ പാപങ്ങൾ ആ ദിവസത്തിൽ മഹ്ശറയിൽ എനിക്ക് പുറത്തു നൽകുന്നവനുമാണവൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്കറിയാം, ഒരായുസ് കൊണ്ട് വലിയൊരു ചരിത്രം സൃഷ്ടിച്ച മഹാനായ പ്രവാചകൻ. ഇറാഖിൽ നിന്ന് തുടങ്ങി ഷാമും സിറിയയും എല്ലാം കടന്നു അവസാനം ജസീറത്തുൽ അറബിൻ്റെ ഇങ്ങേയറ്റം ഹിജാസിൻ്റെ മണ്ണിൽ വന്നിറങ്ങി ദഅവത്ത് നടത്തി വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച മഹാനായ ആ പ്രവാചകന്റെ ഒരു പ്രബോധന രീതിയാണ് അള്ളാഹു ഇവിടെ എടുത്തു കാണിച്ചത്. ഇവിടെ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം, വൈദ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ എൻ്റെ രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്. ഈ ഒരു സമയം ക്ലൈമറ്റിൻ്റെ ചേഞ്ചും എല്ലാം ഞാൻ ഉൾപ്പെടെ പലർക്കും പല നിലക്കുള്ള പ്രയാസങ്ങളും രോഗങ്ങളിലേക്കും കടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും പൂർണ്ണമായ ആരോഗ്യവും ശിഫയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനും രോഗത്തെക്കുറിച്ച് നമുക്ക് അറിയിച്ചു തന്നത് അതൊരു പരീക്ഷണമാണ്. തുള്ളിച്ചാടി ഓടിച്ചാടി നമ്മളാണ് എല്ലാം എന്ന് വിചാരിച്ചവർ ഒന്നോ രണ്ടോ ദിവസം ഒന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കിടക്കുമ്പോൾ ഈ ദുനിയാവ് ഞാനില്ലാതെ മുമ്പോട്ട് പോകുമെന്നും എൻ്റെ കഴിവും എൻ്റെ ത്രാണിയുമൊന്നും ഒന്നുമല്ല എന്നും ഞാൻ ആരുമല്ല, പരസഹായമില്ലാതെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും എനിക്ക് സാധ്യമല്ല എന്ന മനുഷ്യന്റെ ദുർബലത അള്ളാഹു അവിടെ കാണിച്ചു തരികയാണ്. ഈമാനുള്ള
ഇഖ്ലാസുള്ള മുത്തഖിയായ ഒരു മനുഷ്യൻ കൂടുതൽ ആ സമയത്ത് അള്ളാഹുവിലേക്ക് വിനയാന്വിതനാകും. അവൻ്റെ കൈകൾ കൂടുതൽ അള്ളാഹുവിലേക്ക് ഉയരും. അവൻ കൂടുതൽ അള്ളാഹുവിനെ മനസ്സിലാക്കി അവൻ്റെ ഈമാനിൽ അതൊരു വർധനവായി ജീവിതത്തിലെ പാപങ്ങൾ തൗബ ചെയ്യാനുള്ള ഒരവസരമായി അതിനെ കണക്കാക്കിയെടുക്കുന്നു. അതുപോലെ തന്നെ രോഗം മാത്രമല്ല അള്ളാഹു ഇറക്കിയത്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമായി അള്ളാഹു അതിനുള്ള മരുന്നുകളും നിശ്ചയിച്ചിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അൻസലല്ലാഹു മിൻ ദാ ഇല്ല വഅൻസല ലഹു ശിഫാഅൻ അലിമഹു മൻ അലിം വജഹിലഹു മൻ ജഹിൽ. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗത്തിനും മരുന്ന് ഇറക്കിയിട്ടുണ്ട്. അതിനുള്ള മരുന്ന് അല്ലാഹു ഈ ലോകത്ത് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അറിയുന്നവൻ അതറിഞ്ഞു ചികിത്സിക്കുന്നു, അറിയാത്തവൻ അതറിയാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഉസാമത്ത് ബിൻ ശരീഖ് റളിയല്ലാഹു അൻഹു എന്നുള്ള മറ്റൊരു റിവായത്ത് പ്രകാരമാണ് ഇമാം തബ്റാനി മുഅ്ജമിൽ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ്. ഖാല ജാ ആറാബിയായ ഒരു മനുഷ്യൻ പ്രവാചകന്റെ സദസ്സിൽ വന്നുകൊണ്ട് ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ് അന തദാവ, പ്രവാചകരെ ഞങ്ങൾ ചികിത്സിച്ചു കൊള്ളട്ടെ? ഖാല നഅം, അതെ നിങ്ങൾ ചികിത്സിക്കുക. ഫഇന്ന അല്ലാഹ അസ്സ വജൽ ലം യളഅ ദാഅൻ ഇല്ലാ വളഅ ലഹു ശിഫാഅൻ ഗൈറ വാഹിദ്. അതെ നിങ്ങൾ ചികിത്സിക്കുക. അല്ലാഹു എല്ലാ രോഗത്തിനും മരുന്ന് ഇറക്കിയിട്ടുണ്ട്, മരുന്ന് വെച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇല്ല വാഹിദ്, ഒരെണ്ണം ഒഴികെ. ആ മനുഷ്യൻ ചോദിച്ചു, ഏതാണത്? ഖാല അൽ ഹറം, മരണമാണത്. മരണമല്ലാത്ത എല്ലാ രോഗത്തിനും അല്ലാഹു ഈ ഭൂലോകത്ത് മരുന്ന് വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്താൻ കഴിയലാണ് മനുഷ്യന്റെ പ്രത്യേകത. അതിലേക്ക് മനുഷ്യൻ ശ്രമിച്ചു കൊണ്ടിരിക്കണം. ഇനി ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് വഅന്ന അവ്വലു ദാ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചികിത്സ അത്തവജ്ജുഹു ഇലല്ലാഹി തആല ബിഖാലിസി ദുആ, അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. എന്തെന്നാൽ വഇദാ മരിർതു ഫഹുവ യശ്ഫി, എനിക്ക് രോഗം വന്നാൽ എൻ്റെ രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. മനുഷ്യന്റെ ശരീരം ഇന്ന് നമുക്കറിയാം, അതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. എല്ലാ ജീവജാലങ്ങളും അങ്ങനെ തന്നെ. അതിൻ്റെ ഉള്ളിൽ തന്നെ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതിനെ വേണ്ട വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചാൽ, പ്രവർത്തിപ്പിച്ചാൽ, അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം അത് പ്രവർത്തിച്ചാൽ എത്രയോ രോഗത്തിന് ചികിത്സയില്ല. ഇനി നിങ്ങൾ ക്ഷമിക്കുക, കഴിഞ്ഞു എന്ന് പറഞ്ഞ പല ആളുകളും രോഗം മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ രോഗം മാറ്റാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ വാപ്പ, ആ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അയ്യൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കുടുംബവും മക്കളും നാട്ടുകാരും എല്ലാം വിട്ടെറിഞ്ഞു പോയിട്ടും അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥന നിമിത്തം അല്ലാഹു അദ്ദേഹത്തിന്റെ രോഗം മാറ്റിക്കൊടുത്തു. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ഏറ്റവും ഒന്നാമതായി വേണ്ടത് ആത്മാർത്ഥമായ അല്ലാഹുവിലേക്കുള്ള ദുആയാണ്. രണ്ടാമതായി രണ്ടാമതായി മരുന്ന് ഉപയോഗിക്കുക എന്നതാണ്. അത് തവക്കുലിനെതിരല്ല, അത് ദുആക്ക് എതിരല്ല. അല്ലാഹു നിശ്ചയിച്ച അസ്ബാബുകളെ ഉപയോഗിക്കലാണ്. വിശപ്പുള്ള ഒരു മനുഷ്യൻ അവൻ പള്ളിയിലിരുന്ന് ദുആ ചെയ്തത് കാര്യമില്ല. അവൻ്റെ വിശപ്പും പട്ടിണിയും മാറ്റാൻ ആവശ്യമായത് അല്ലാഹു ഈ ഭൂലോകത്ത് ഒരുക്കി വച്ചിട്ടുണ്ട്. അവൻ്റെ മക്കളെയും അവൻ്റെ ഭാര്യയും പട്ടിണിക്കിടാതെ അധ്വാനിക്കേണ്ടത് അല്ലാഹു നിശ്ചയിച്ച അസ്ബാബുകളിൽ പെട്ടതാണ്. അത് ഉപയോഗപ്പെടുത്തുക. നല്ല മക്കൾ ഉണ്ടാകാൻ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, എനിക്ക് റബ്ബി ഹബ് ലി മിൻ ലദുൻക ദുരിയത ത്വയ്യിബ, റബ്ബേ എനിക്ക് സ്വാലിഹായ മക്കളെ നൽകണേ എന്ന് പറഞ്ഞ് പള്ളിയിലോ വീട്ടിലോ ഇരുന്ന് ദുആ ചെയ്യുക മാത്രമല്ല, അതിന് അല്ലാഹു നിശ്ചയിച്ച അസ്ബാബുകളുണ്ട്. വിവാഹം കഴിക്കുക, ഹലാലായ വിവാഹത്തിൽ ഏർപ്പെടുക,
ഇങ്ങനെ അസ്ബാബുകളെ ഉപയോഗിക്കലാണ്. അതുപോലെയാണ് മരുന്നും ഉപയോഗിക്കുക എന്നത്. ഇബ്രാഹിം ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിവായത്തിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്. ഖാല യാ റബ്ബ് മൻ ദാ, അല്ലയോ റബ്ബ് എവിടെ നിന്നാണ് രോഗം? അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഖാല മിന്നി, അത് എന്നിൽ നിന്നാണ്. ഖാല ഫമൻ ദവാ, അപ്പോൾ മരുന്ന് അവതരിപ്പിക്കുന്നവൻ ആരാണ്? ഖാല മിന്നി, അതും ഞാനാണ് ഇബ്രാഹിം എന്ന് അള്ളാഹു പറഞ്ഞു. ഖാല ഫമാ ബാലു ത്വബീബ്, അല്ല അപ്പോൾ എന്താണ് ഡോക്ടറുടെ റോൾ? എന്താണ് ഡോക്ടർ ചെയ്യേണ്ടത്? ഖാല റജുലുൻ അർസല ദവാഅ അലാ യദിഹി, ഞാൻ അവൻ്റെ കൈകളിൽ ആ മരുന്ന് കൊടുത്തയച്ച ഒരു ദൂതൻ മാത്രമാണ് അവൻ. ഇവിടെ ഡോക്ടർമാർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അള്ളാഹു നിങ്ങളുടെ കൈകളിൽ നിങ്ങൾക്കത് പഠിക്കാനും അത് മനസ്സിലാക്കുവാനും അത് എത്തിപ്പിടിക്കുവാനും അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകി. അത് മനുഷ്യന്മാരിലേക്ക് എത്തിക്കൽ അവർക്ക് കാണിക്കുന്ന ഒരു കാരുണ്യമാണ്, ഒരു റഹ്മത്താണ്. മനുഷ്യന്മാരുടെ ഒരുപാട് പ്രാർത്ഥനകൾ നിങ്ങൾക്കതിലൂടെ ലഭിക്കാൻ കഴിയും. ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ മനുഷ്യന്മാരോട് അങ്ങേയറ്റത്തെ കരുണയുള്ളവരായിരിക്കണം. എന്തെന്നാൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, സിൻഫാൻ ലാ ഗിനാ ലിന്നാസ്, രണ്ട് തരം ആളുകളിൽ നിന്ന് മനുഷ്യന്മാർ മുക്തരല്ല. എപ്പോഴും മനുഷ്യന്മാർക്ക് അവരെ ആവശ്യമാണ്. അൽ ഉലമാ ലിൽ അദിയാനിഹിം, ഒന്ന് പണ്ഡിതന്മാരാണ്. മനുഷ്യന്മാർക്ക് പല നിലക്കുള്ള സംശയങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ ആ വിഷയത്തിൽ സംശയം ചോദിക്കാൻ പണ്ഡിതന്മാർ ആവശ്യമാണ്. വല്യത്തിബാ ലി അബ്ദാനിഹിം, ഡോക്ടർമാർ അതവരുടെ മനുഷ്യന്മാരുടെ ശരീരത്തിന് ആവശ്യമാണ്. ശരീരത്തിന് പ്രയാസം വരുമ്പോൾ, വേദന വരുമ്പോൾ അവർ ഡോക്ടർമാരുടെ അടുക്കലേക്ക് വരും. അപ്പോൾ അവരോട് കരുണ കാണിക്കാൻ കഴിയണം. നിരാലംബരായ, ദരിദ്രരായ, സാമ്പത്തിക ശേഷിയില്ലാത്ത, വേദന അനുഭവിക്കുന്ന, ഉറങ്ങാൻ കഴിയാത്ത എത്രയെത്ര മനുഷ്യന്മാരുണ്ട്. അവരെയെല്ലാം വെറും കച്ചവടക്കണ്ണിൽ മാത്രം കാണാതെ അവരോട് അനുകമ്പ കാണിക്കുക, അവരോട് ദയ കാണിക്കുക, അലിവ് കാണിക്കുക, പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാകും. ഈ മേഖലകളിൽ ഏത് മേഖലയും ആകട്ടെ, മരുന്ന് കൊടുക്കുന്നവരാകട്ടെ, ചികിത്സിക്കുന്നവരാകട്ടെ, ഹോസ്പിറ്റലുകൾ നടത്തുന്നവരാകട്ടെ, അതെല്ലാം ഇങ്ങനെയുള്ള സാധാരണക്കാരായ, വിഷമിക്കുന്ന, വേദനിക്കുന്ന, ഉറങ്ങാൻ കഴിയാത്ത സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് ഒരാശ്വാസം നൽകിയാൽ, അവരൊന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന മതി അവർക്ക് സ്വർഗം ലഭിക്കാൻ. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു, ഒരു മനുഷ്യനെ സഹായിച്ചാൽ അള്ളാഹു അവനെ സഹായിക്കും. ഒരു മനുഷ്യന്റെ വേദന അകറ്റിയാൽ അള്ളാഹു അവന്റെ വേദന അകറ്റും. ഒരു മനുഷ്യനെ ഇവിടെ സഹായിച്ചാൽ മഹ്ശറയിൽ അള്ളാഹു അർശിന്റെ തണൽ നൽകും. അതുകൊണ്ട് കരുണയുള്ളവരാകുക, വെറും കച്ചവട കണ്ണിൽ മാത്രം ഇതിനെ കാണാതിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കുറവുകളും പോരായ്മകളും അള്ളാഹു പരിഹരിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, തഖ്വയുള്ളവരാകണമെന്ന് സ്വയം ബോധ്യത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്
اللهم متعنا بأسماعنا وأبصارنا وقواتنا ما أحييتنا. അള്ളാഹുവേ, ആയുസ്സുള്ള കാലമത്രയും ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഞങ്ങളുടെ ഓജസ്സിൽ, ആരോഗ്യത്തിലും, കാഴ്ചയിലും, കേൾവിയിലും എല്ലാം നീ ഞങ്ങൾക്ക് ആനന്ദമുണ്ടാക്കി തീർക്കണേ. അതൊന്നും നഷ്ടപ്പെടുത്താതെ എന്നും നിലനിർത്തണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ വകാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫീ സിഹ്ഹതിഹി വമറദിഹി ഇദാ ആവാ ഇലാ ഫിറാശിഹി ജമഅ കഫൈഹി ثم نفث فيهما فقرأ فيهما قل هو الله أحد قل أعوذ برب الفلق وقل أعوذ برب الناس ثم يمسح بهما ما استطاع من جسده. ആരോഗ്യമുള്ളപ്പോഴും രോഗമുള്ളപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ ബെഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് അതിലേക്ക് ഊതും. എന്നിട്ട് അതിലേക്ക് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അത് കഴിഞ്ഞ് സൂറത്തുൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, അതിനുശേഷം സൂറത്തുൽ നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇത് ഊതുകയും എന്നിട്ട് അതുകൊണ്ട് ശരീരം മുഴുവൻ തടയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്ത് ആയിഷ ഫലമ്മ ഇഷ്തഖ കാന യഅ്മുറുനി അൻ അഫഅല ബിദാലിക. പ്രവാചകന്റെ അവസാന കാലഘട്ടത്തിൽ പ്രവാചകന് പ്രയാസമായപ്പോൾ എന്നോട് അത് ചെയ്തു കൊടുക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിരുന്നു എന്ന്. ഇതുപോലുള്ള ദുആകൾ എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ട് നടക്കുക. അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് അസ്സഖഫി വബി വജഉൻ ഖദ് കാദ യുബ്തലനി, ആ സഹാബി പറയുകയാണ്, എൻ്റെ ശരീരത്തിൽ എന്നെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തിയ ഒരു വേദനയുണ്ടായിരുന്നു, സഹിക്കാൻ കഴിയാത്ത വേദന. ഫഖാല ലിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്അൽ യദകൽ യുംന അലൈഹി വഖുൽ, നിന്റെ വലത് കൈ ആ ഭാഗത്ത് വെച്ച് നീ തടവിക്കൊണ്ട് പ്രാർത്ഥിക്കുക, ബിസ്മില്ലാ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. ബിസ്മില്ലാ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ശരണം തേടുന്നു, നിന്റെ കഴിവ് കൊണ്ട്, പ്രാപ്തി കൊണ്ട്. മാ അജിദ് വ ഉഹാദിർ, ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയിൽ നിന്ന് അല്ലാഹുവേ നീ എനിക്ക് ശമനം നൽകണേ എന്ന് 7 വട്ടം വലത് കൈകൊണ്ട് അവിടെ തടവിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചു. ഞാൻ അങ്ങനെ ചെയ്തു, അള്ളാഹു അതിലൂടെ എൻ്റെ രോഗം മാറ്റിത്തന്നു. സഹോദരന്മാരെ, ഇതുപോലുള്ള ദുആകൾ നമ്മൾ പഠിച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു രോഗിയെ സന്ദർശിച്ചാൽ നമ്മൾ വെറുതെ അവിടെ പോയി ഇരുന്നൊരു വർത്തമാനം പറയുകയല്ല, മറിച്ച് പ്രവാചകന്റെ അടുക്കൽ നിന്ന് ഒരുപാട് റിവായത്തുകൾ വന്നിട്ടുണ്ട്. അതിൽ സരളമായത്, രോഗിയെ കണ്ടു കഴിയുമ്പോൾ അവനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ആശ്വസിപ്പിക്കുക. പ്രവാചകൻ പറയുന്നത് ഇപ്രകാരമായിരുന്നു, ലാബാസ്, കുഴപ്പമില്ല കേട്ടോ, ദുഹൂർ ശരിയാകും, ഇൻഷാ അല്ലാഹ്, അള്ളാഹുവാണെ ശരിയാകും, നിങ്ങൾ പ്രയാസപ്പെടരുത്, അള്ളാഹു ശിഫ നൽകും എന്നെല്ലാം പ്രവാചകൻ പറയുമായിരുന്നു. ഇങ്ങനെയുള്ള ഒട്ടനവധി റിവായത്തുകൾ കാണാം. ഇതെല്ലാം കഴിവിൻ്റെ പരമാവധി പഠിച്ചെടുത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ ശമനം നൽകണേ യാ അള്ളാഹ്. വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ വേദനകൾ നീ മാറ്റിക്കൊടുക്കണേ യാ അള്ളാഹ്. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ കടങ്ങൾക്ക് നീ ശമനം നൽകണേ യാ അള്ളാഹ്. നമ്മളോട് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവെ, അവരുടെ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം നീ മാറ്റിക്കൊടുക്കണേ യാ അള്ളാഹ്. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين وقض الدين عن المدينين واشف مرضانا ومرضى المسلمين. لا إله إلا أنت سبحانك إنا كنا من الظالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وصحبه أجمعين. وآخر